വളരെ ബുദ്ധിയും ഗ്രാഹ്യശക്തിയും വിവേകവും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു പ്രഭാകരൻ. വിദ്യാലയത്തിൽ ചേർന്നപ്പോൾ മുതൽ ഗുരുനാഥനും ഇക്കാര്യം ശ്രദ്ധിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ അവനോട് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പുറമേക്ക് ഗൗരവമേ കാണിക്കുള്ളൂ. എന്നുവെച്ചാൽ താൻ സ്നേഹം ഭാവിച്ചു കഴിഞ്ഞാൽ പ്രഭാകരന് പഠനത്തിലുള്ള ശ്രദ്ധ കുറയുമോ എന്നൊരു ഭയം ഗുരുനാഥന് ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾക്കൊക്കെ പാഠങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. പക്ഷെ പ്രഭാകരന് ഒരു പ്രാവശ്യം ഗുരു പാഠങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ. മറ്റു കുട്ടികളെയൊന്നും അങ്ങനെ ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷെ പ്രഭാകരനെ കഠിനമായിട്ട് ശിക്ഷിക്കുമായിരുന്നു. എന്നാലും പ്രഭാകരൻ അതൊക്കെ വളരെ ക്ഷമയോടെ സഹിച്ച് അവിടെ ഇരുന്ന് വിദ്യ അഭ്യസിച്ചു പോകുന്നു. ഒരു ദിവസം ഒരു ശ്ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഭാകരനൊരു സംശയം വന്നപ്പോൾ ഗുരുനാഥനോട് അത് ചോദിച്ചു. ഇനിയും നിനക്കത് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരുനാഥൻ ഒരു വടിയെടുത്തിട്ട് പ്രഭാകരനെ തലങ്ങും വിലങ്ങും അങ്ങനെ അടിക്കാൻ തുടങ്ങി. പ്രഭാകരൻ കുറെ നേരം ക്ഷമയോടെ നിന്ന് കൊണ്ടു. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ കോപം ആറണില്ല. പിന്നെ പ്രഭാകരന് സഹിക്കാൻ വയ്യാണ്ടായി അവിടുന്ന് ഓടിപ്പോയിട്ട് വിചാരിച്ചു, ഇനിയും ഈ അധ്യാപകൻ, ഈ ദുഷ്ടനായ അധ്യാപകൻ മറ്റൊരു വിദ്യാർത്ഥിയെ ഇതുപോലെ ശിക്ഷിക്കാൻ ഇടവരരുത്. ഇന്ന് രാത്രി ഞാൻ അദ്ദേഹത്തിന്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കരിങ്കല്ലെടുത്തോണ്ട് ഗുരുനാഥന്റെ വീട്ടിൽ ആരും കാണാതെ കയറി തട്ടും പുറത്ത് കയറി ആ കല്ലും കൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ കയറിയിരുന്നു. ഈ ഗുരുനാഥനോ പ്രഭാകരനെ തല്ലും ഒക്കെ ചെയ്തിട്ട് അവൻ ഓടിപ്പോയപ്പോ വളരെ വ്യസനിച്ചു. ഈശ്വര, ഇവൻ എങ്ങടാണ് പോയത് എന്നറിയാതെ വ്യസനിച്ച് വീട്ടിലേക്ക് കയറി ചെന്നു. ഭാര്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. പതിവിന് വിപരീതമായിട്ട് എന്താണാവോ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അവര് ഭർത്താവിന്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രഭാകരനെ ഞാൻ ഇന്ന് കണക്കറ്റ് പ്രഹരിച്ചു. അടികൊണ്ട് അവൻ ഒരക്ഷരം മിണ്ടാതെ നിന്നു. അവന്റെ തുട പൊട്ടി ചോര ഒലിച്ചു. എന്നിട്ടും പാവം ഒരക്ഷരം മിണ്ടാതെ നിന്നു. പക്ഷേ അവൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ അവനെ ഞാൻ കണ്ടില്ല. എനിക്കാണ് ഈ ദുഃഖം സഹിക്കാൻ വയ്യ. ഭാര്യ ചോദിച്ചു, എന്തിനാണ് അങ്ങ് പ്രഭാകരനെ ഇങ്ങനെ തല്ലുന്നത്? എന്ത് മിടുക്കനാണ് അവൻ! ഇത്രയും സമർത്ഥനായിട്ടൊരു വിദ്യാർത്ഥി നമ്മുടെ വിദ്യാലയത്തിലുണ്ടോ? അപ്പോൾ ഗുരുനാഥൻ വ്യസനത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, നീ എന്ത് വിചാരിച്ചു? എനിക്ക് അവനോട് ദേഷ്യം ഒന്നുമില്ല. എനിക്ക് അവനോട് എത്രയും സ്നേഹവും വാത്സല്യവും ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ നിശ്ചയമില്ല. അപ്പം അവനോട് ഞാൻ പ്രത്യക്ഷമായിട്ട് സ്നേഹവും വാത്സല്യവും കാണിച്ചാൽ അവനൊരു അഹങ്കാരിയായി പോവരുതല്ലോ എന്നുള്ള ആ ഒരു സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ അവനെ ശിക്ഷിച്ചു കൊണ്ടിരുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് അവനെ കെട്ടിപ്പിടിക്കണം എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നണത് എന്നിട്ട് ഗുരുനാഥൻ പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രഭാകരൻ തട്ടിൻ്റെ മുകളിൽ കല്ലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരു ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും പ്രഭാകരൻ ആകെ വിവശനായിപ്പോയി. പെട്ടെന്ന് തട്ടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഗുരുവിൻ്റെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ഗുരുവും പൊട്ടിക്കരഞ്ഞു.